IBPS RRB എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അതുപോലെ തന്നെ എല്ലാവരും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് 80-ൽ 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ 80-ൽ 50 മാർക്കാണോ സ്കോർ ചെയ്യുന്നത്? എങ്കിൽ അത്രയും സ്കോറിങ് മതിയോ നമുക്ക്? അതൊരു സേഫ് സ്കോർ ആണോ? അപ്പോൾ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് 80-ൽ 50 മാർക്ക് ആണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു 49, 50, 51, 52 ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എന്ന സമയത്ത് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രയും എനിക്ക് കിട്ടി എന്നുള്ളൊരു ആശ്വാസത്തിലാണോ എല്ലാവരും ഇരിക്കണേ? ഒരിക്കലും നിങ്ങൾ ആ ഒരു 50 മാർക്കിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യരുത്. കാരണം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൽ വരുന്ന കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എത്രയാണ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് നമുക്ക് എക്സാം ഡേറ്റ്സിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. നമുക്ക് IBPS RRB PO ആയിരുന്നാലും ക്ലർക്ക് ആയിരുന്നാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന സമയം എന്ന് പറയുന്നത് ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പം പ്രീവിയസ് ഇയേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ, അതുപോലെ എക്സാംസ് വരുവാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറയുന്നത്. അതായത് ഇപ്പോൾ 2024 ആയിരുന്നാലും 23, 22, 21 ഈ ഒരു ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേ ടൈമിൽ തന്നെയാണ് നമ്മുടെ, അതായത് ജൂലൈ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വരികയും അതുപോലെ നമുക്ക് POയുടെ ആയിരുന്നാലും ക്ലർക്കിൻ്റെതായിരുന്നാലും എക്സാംസ് നടക്കുന്നത് ഓഗസ്റ്റ് 1 തൊട്ട് നമുക്ക് ആ ഒരു എക്സാംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമ്മൾ ഒരു 6 months മുന്നേ ചിലപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു മാസം മുന്നേയൊക്കെ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50, 52 അല്ലെങ്കിൽ 55 മാർക്കിനുള്ളിൽ വെച്ചൊക്കെ സ്കോർ ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കും അപ്പോൾ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ഇപ്പോൾ 50 മാർക്ക് എനിക്ക് കിട്ടിയല്ലോ, അപ്പോൾ റിയൽ എക്സാംസിന് എനിക്ക് കുറച്ചുകൂടെയൊക്കെ സ്കോർ ചെയ്യാമെന്നുള്ള ഒരു ആ സേഫ് മൈൻഡിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ RRB POയുടെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. ഇതിൽ 2021 മാത്രമാണ് 50.5 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് വന്നിട്ടുള്ളത്. ബാക്കി നമുക്ക് നോക്കിക്കേ, ഇവിടെ 2022 ആയിരുന്നാലും 23 ആയിരുന്നാലും 24 ആയിരുന്നാലും നമുക്ക് ഇതൊരു മെയിൻസിൻ്റെ കട്ട് ഓഫ് ആണ് കേട്ടോ പറയുന്നത്. ഒരു 91.94, അതായത് ഒരു 100 റേഞ്ച് അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 70 എബോവ് ഉള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി പ്രിലിംസിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും നമുക്കൊരു 60 എബോവ് ഒരു 55 to 60, 70ക്ക് ഉള്ളിൽ വെച്ചിട്ടുള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ നമുക്കിപ്പം ക്ലർക്കിൻ്റെ കാര്യം നോക്കുമ്പോഴും നമുക്ക് ഏറ്റവും ഹയസ്റ്റ് വന്നിട്ടുള്ളത് 2021 78ആണ്. അവിടെയും നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ഒരു 65 എബോവ് ഒക്കെയാണ് നമുക്ക് മെയിൻസിൻ്റെ കട്ട് ഓഫ് വരിക. ഇനി നമ്മുടെ പ്രിലിംസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 80 മാർക്കിൽ നമുക്കൊരു 65 എബോവ് തന്നെയാണ് വരുന്നത്. പക്ഷെ ചില ഇയറുകളിൽ നമുക്ക് 75 എബോവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 75 എബോവ് എന്ന് പറയുമ്പം 80ഉം 75ഉം തമ്മിൽ എത്ര മാർക്കിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതുകൂടാതെ നമുക്ക് 79, 78 എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫ് നമുക്ക് ചില വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഒരു 65 എബോവ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ചില വർഷങ്ങളിൽ ഈ പറയുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്കത് എന്താണ് ഇത്രയും, അതല്ലെങ്കിൽ 72 എബോവ് എനിക്ക് കിട്ടില്ല, അതായത് കട്ട് ഓഫ് വരില്ല എന്നുള്ള കാര്യം ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ഈ പറഞ്ഞ ആ ഒരു വർഷങ്ങളെന്ന് പറയുന്നത് ഒരു 2018, 19 വർഷങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന എത്രയാണ് 78, 79, 72 മേലെ ഉള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും തന്നെ നമ്മൾ പ്രിപ്പറേഷൻസും മോക്ക് ടെസ്റ്റുകളൊക്കെ അത്രയും തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന 80-ൽ ഈ പറയുന്ന, അതായത് ഒരു 70ക്ക് എബോവ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു 65 എബോവ് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഒരു സ്കോറിംഗ് ടിപ്സ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ആണ്. ഹൈ വെയിറ്റേജ് ടോപ്പിക്സും കാര്യങ്ങളും നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി ഈ ഒരു ഫണ്ടമെന്റൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചൊരുവിധം ക്ലിയർ ആയിട്ടുള്ളവരാണ്. ഇനി ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കൂടിയും നിങ്ങൾ ആദ്യം
ഹൈ വെയിറ്റേജ് കൂടുതലായിട്ട് വരുന്ന ടോപ്പിക്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കുക. ഇപ്പോൾ ഓരോ ഇതിലും നമുക്ക്, അതായത് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയതിന് ശേഷം കോർ കോൺസെപ്റ്റിൽ വരുന്നിട്ടുള്ളതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഈ 2 സെഷൻസ് ആണ് വരുന്നത്. നമുക്കിപ്പം സെക്ഷണൽ ടൈമിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 20-25 മിനിറ്റാണ് നമുക്ക് സെക്ഷണൽ ടൈമിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി പോട്ടെ, നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈ സ്കോറിംഗ് ഏരിയാസ് ഏതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അത് നമ്മുടെ PYQs നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഹൈ സ്കോറിംഗ് ഏരിയാസ് എന്നുള്ളത് ഏതാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ റീസണിങ് എടുക്കുവാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്കോറിംഗ് ആയിട്ട് വരുന്നത് കോഡിംഗ്, ഡീകോഡിംഗ്, അതുപോലെ സിലോജിസം, ഇനിക്വാളിറ്റീസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം അതിൽ നിന്നൊരു 5 to 6 മാർക്സിനാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്യുറേറ്റ് ആയിട്ട് സ്പീഡ് മാനേജ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് വരാം. എല്ലാ ടോപ്പിക്സും പഠിച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് പിക്ക് ചെയ്യുക. ഏതൊക്കെ ടോപ്പിക്സിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഭയങ്കര സ്മാർട്ട് സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് പിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 month തന്നെ, അല്ലെങ്കിൽ 1.5 month നമുക്ക് ഇനഫാണ് നമ്മൾ ഈ ഒരു ജോബിലേക്ക് കയറുക എന്നുള്ളത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അതിനൊരു പ്രയോറിറ്റൈസ് കൊടുത്തതിന് നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി സ്ട്രാറ്റജിക് പ്രാക്ടീസും അതുപോലെ ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 hour ആണ് എക്സാം വരുന്നത്. അപ്പോൾ 1 hourനുള്ളിൽ വെച്ചിട്ട് ഈ 45 minutes ആണ് നമുക്ക് എക്സാം വരുന്നത്. ആ ഒരു 45 minutesനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന 80 questions ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് എപ്പോഴാണ്, പഠിക്കുന്ന സമയം തൊട്ടേ നമ്മളത് കീപ്പ് ചെയ്ത് പോകണം. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകളും ഡെയിലി ടെസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ മോക്ക് ടെസ്റ്റുകളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്തു പോകണം. മോക്ക് ടെസ്റ്റുകൾ വെറുതെ ചെയ്ത് മാർക്ക് നോക്കിയിട്ട് കളഞ്ഞാൽ മതിയോ? അല്ല, അതിനൊരു ഡീപ്പ് അനാലിസിസ് നിങ്ങൾ ചെയ്തിരിക്കണം. അതിലാദ്യം നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി മോക്ക് ടെസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ഫോണിൽ ടൈമർ ഇട്ടിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ 1 hourനുള്ളിൽ വെച്ചിട്ട് ഈ പറയുന്ന മോക്ക് ടെസ്റ്റിനകത്തുള്ള, അല്ലെങ്കിൽ 45 minutesനുള്ളിൽ വെച്ചിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. അതുകൂടാതെ ക്രൂഷ്യൽ അനാലിസിസ് ഉണ്ട്. ക്രൂഷ്യൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു എറർ സംഭവിച്ചത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക, എവിടെയാണ് ഞാൻ വീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അത് അനലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എല്ലാ ക്വസ്റ്റ്യൻസും റിവ്യൂ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ശരിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റായിട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് റിവ്യൂ ചെയ്ത് പോവാം. ഇനി എന്താണ്, ഓരോ മിസ്റ്റേക്സിനെയും കാറ്റഗറൈസ് ചെയ്യണം. എറർ അതായത് ഏത് ഭാഗത്തു നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എറർ വന്നിട്ടുള്ളത്, ഏത് പോർഷനിൽ നിന്നാണ്, അത് കുറച്ചും കൂടെ പ്രയോറിറ്റൈസ് ചെയ്ത് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി ടൈം സ്പെൻഡ് പെർ ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യന് നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം. അത് ഇപ്പോൾ 45 minutes ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈം എടുക്കണം. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, സാധാരണ ഒരു അരിത്മെറ്റിക് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്താൽ എനിക്ക് ബാക്കിയുള്ളത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ആ ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി എറർ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എറർ ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം എറർ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, എറർ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്, അത് അനലൈസ് ചെയ്ത് ആ എറേഴ്സിൻ്റെ നമ്പേഴ്സ് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എറർ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിങ് അവിടെ തീർച്ചയായിട്ടും വീഴുന്നതാണ്. അപ്പോൾ ആ ഒരു എറർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. നെക്സ്റ്റ് നമ്മുടെ സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഈ മോക്ക് ടെസ്റ്റും ഡീപ്പ് അനാലിസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞു, നേരെ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോവാം, മോക്ക് ടെസ്റ്റിലേക്ക് പോവുക, അതിൻ്റെ അനാലിസിസ് നടത്തുക, ഏതൊക്കെ ഏരിയാസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ ഏരിയാസിലാണ് എറർ വന്നത്, അതൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഒന്നും കൂടെ ചെയ്ത് അടുത്ത മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഈ എറർ വന്ന സംഭവം നിങ്ങൾ ശരിയാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. ഇങ്ങനെ ചെയ്തു പോയാൽ മാത്രമേ നമ്മൾ എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു എറർ എന്ന് പറയുന്ന സംഭവം നമുക്ക് അത് വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നെഗറ്റീവ് മാർക്സ് നമുക്ക് വരാത്ത രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിലും അതുപോലെ അതിൻ്റെ ഡീപ്പ് അനാലിസിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ IBPS RRB എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനി ഈ ഒരു 1.5 മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമുക്കൊരു കറക്റ്റ് ഒരു സ്ട്രാറ്റജിക് പ്ലാനിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 1.5 months കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കതിനൊരു സ്മാർട്ട് സ്ട്രാറ്റജിയാണ് അവിടെ വേണ്ടത്. ആദ്യം സിലബസ് അറിയണം. ഒരു 2 weeks അല്ലെങ്കിൽ 3 weeks കൊണ്ട് നമ്മളെ സിലബസ് കവറേജ്, അതായത് സിലബസ് മാത്രമല്ല, സിലബസിനകത്ത് ഇപ്പോൾ നമുക്ക് 2 സബ്ജക്റ്റുകളാണ് വരുന്നത്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ റീസണിങ്. അങ്ങനെ 2 സബ്ജക്റ്റുകളിലെയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഇന്ന ദിവസം ഇത്ര ചാപ്റ്ററാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ഒരു സ്റ്റഡി ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനൊപ്പം സെഷണൽ ടെസ്റ്റുകളും അതുപോലെ ഡെയിലി ടെസ്റ്റുകളും വീക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 1.5 months വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രാക്ക് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണിത് പഠിക്കേണ്ടതെന്നുള്ളൊരു കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതായത് നമ്മൾ സിലബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആയിട്ട് നമ്മൾ മാറ്റി. അതിൽ ഓരോ ദിവസം നമ്മൾ ഇത്ര ടോപ്പിക്സ് വെച്ച് കവർ ചെയ്യുകയാണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ ഇത്ര ടോപ്പിക്സ്, ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ, ആവറേജ്, പെർസെൻറ്റേജ് അങ്ങനെ വരുന്ന ഇത്രയും അരിത്തമെറ്റിക് ടോപ്പിക്സ് ഉണ്ട്. അതുകൂടാതെ സ്കോറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സും ഉണ്ട്, DI പോലത്തെ ടോപ്പിക്സ്. അതൊക്കെ നമുക്ക് ഫസ്റ്റിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ടോപ്പിക്കുകളുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഇന്ന ടൈമിൽ നമ്മൾ ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ടോപ്പിക്കും നമ്മൾ കഴിയുന്ന സമയത്ത് അതിൻ്റെ സെക്ഷണൽ ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ആദ്യം നമുക്ക് 10 ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റുള്ളായിരിക്കും, ചിലപ്പോൾ 20 ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കളക്ട് ചെയ്ത് നിങ്ങളൊരു 100+ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് ഇത്ര ടൈമർ വെച്ചിട്ട്, ഇപ്പോൾ 100+ ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളൊരു 1 hour സെറ്റ് ചെയ്തിട്ട് ആ ഒരു 1 hourനുള്ളിൽ വെച്ചിട്ട് എത്ര ക്വസ്റ്റ്യൻസ്, ഈ 100 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ഒരു 50 ക്വസ്റ്റ്യൻ എടുക്കുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 1 hourനുള്ളിൽ വെച്ചിട്ട് എത്ര ടൈമിനുള്ളിൽ വെച്ച് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യനും ഇത്ര ടൈം എടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആവറേജിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആദ്യം പഠിക്കുന്ന സമയത്ത് നമുക്കൊരു 2 minutes അല്ലെങ്കിൽ 3 minutes എടുക്കുമായിരിക്കും. അത് നമ്മൾ ഡെയിലി നമ്മളത് ചെയ്യുവാണ്, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്ര സെക്കൻഡ്സ് കൊണ്ട്, ചിലപ്പോൾ ഒരു 30 seconds കൊണ്ട് അല്ലെങ്കിൽ 15 seconds കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ സെക്ഷണൽ ടെസ്റ്റുകൾ മുഖേനയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ സെഷണൽ ടെസ്റ്റുകളായിരുന്നാലും ഡെയിലി ടെസ്റ്റുകളായിരുന്നാലും ഇനി നമുക്ക് വീക്ക് ടെസ്റ്റുകളായിരുന്നാലും നിങ്ങൾ ടൈമർ യൂസ് ചെയ്തിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ആ ക്വസ്റ്റ്യൻ എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുമ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് എത്ര ടൈം നമുക്ക് മിനിമം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളവിടെ നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പെർ ക്വസ്റ്റ്യൻ നിങ്ങളൊരു 15 to 30 secondsനുള്ളിൽ വെച്ച് ലിമിറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതും. ഇനി ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ എടുക്കുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നോ, ഇനി ഗൂഗിളിൽ നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു 100+ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ എക്സാമിനകത്തും ഈ പറയുന്ന ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 150 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 150 ക്വസ്റ്റ്യൻസിനെ കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്കോർ ചെയ്യാനും നിങ്ങൾക്കത് മനസ്സിലാവാനും നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ക്രാക്ക് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കുറച്ച് സ്കോറിംഗ് ടോപ്പിക്സും ഉണ്ട്, കുറച്ച് വെയിറ്റേജ് ടോപ്പിക്സും ഉണ്ട്. അതൊന്ന് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. വെയിറ്റേജ് ടോപ്പിക് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ റീസണിങ്ങിൽ സീറ്റിങ്ങും പസിലും, അത് ഡെയിലി ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റീസണിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ സീറ്റിങ്ങും പസിലും നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചിട്ട് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, സീറ്റിങ്ങിൻ്റെയും പസിൽസിൻ്റെയും ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പോവാം. അത് ബിഗിനിങ്ങിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്പർ കൂട്ടുക. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ 20 ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്കും നമുക്കൊരു 4 റീസണിങ് അല്ലെങ്കിൽ ഒരു 5 റീസണിങ് 5 സീറ്റിംഗ് അല്ലെങ്കിൽ 4 സീറ്റിങ്ങിൻ്റെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്പർ നിങ്ങൾ ഡേ വൈസ് കഴിയുമ്പോഴേക്കും അത് കൂട്ടിക്കൊണ്ട് വരിക ഓരോ ഡേയിൽ. അപ്പോൾ അതും നമ്മൾ ടൈമർ ഇട്ട് വേണം ചെയ്യാൻ. ഇപ്പം ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ടൈം എടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ടത് നോക്കി വയ്ക്കാം. ബാക്കി നമുക്ക് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് വെയിറ്റേജ് വരുന്നത് DI ആണ്. DI വരുമ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും ഈ പറയുന്ന പോലെ തന്നെ സീറ്റിംഗ് ആണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സീറ്റിംഗ് എടുത്തു, DIയുടെ ഒരു 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബിഗിനിങ്ങിൽ നിങ്ങളിങ്ങനെ 2-3 ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ 1 വീക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുകയും അത് നിങ്ങളെ ടൈമർ ഇട്ട് തന്നെ
അതിൻ്റെ ടൈം കുറച്ച്, അതായത് ഓരോ DIയും ഇത്ര എന്താണ് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിനുള്ളിൽ വെച്ച് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 15 തൊട്ട് 30 സെക്കൻഡ് വരെ വേണം എന്നുള്ളത്. ഈ 15 തൊട്ട് 30 സെക്കൻഡ് വരെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നമുക്കവിടെ ടിപ്സും ട്രിക്സും ഒക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സെഷണൽ ടെസ്റ്റുകൾ എഴുതുന്ന കാര്യം പറഞ്ഞു, 100-ലധികം ക്വസ്റ്റ്യൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞു, ഡെയിലി ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാസ്റ്റായിട്ട് കിട്ടണമെന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ലിമിറ്റഡ് ടൈമിന്, ഇപ്പോൾ ഒരു 1 മന്ത് ആണ് നിങ്ങൾ IBPS RRB ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു 1 മന്ത് അല്ലെങ്കിൽ 1.5 മന്ത്സിനുള്ളിൽ വെച്ചിട്ട് ജോബിലേക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ, ഒരു സെൽഫ് പ്രിപ്പറേഷൻ എടുക്കുന്ന കുട്ടിയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടക്കേണ്ട ഒരു ടൈം ഉണ്ടോ? നമുക്ക് ഇല്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു സപ്പോർട്ടും കാര്യങ്ങളോട് കൂടി തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ഒറ്റ ഓൺ സ്റ്റെപ്പിൽ തന്നെ ലഭിക്കുകയും അത് നിങ്ങൾ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻട്രി ഒരു മെഗാ ഓഫർ തന്നെ നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജൂൺ മന്തിൽ ഒരു എഡ്യു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൽ ഏതൊരു കോഴ്സ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാലും അവിടെ 1 ഇയർ വാലിഡിറ്റി വിത്ത് എക്സ്ട്രാ വാലിഡിറ്റി നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഇപ്പോൾ നമുക്കറിയാം ബാങ്ക് എക്സാംസ് ഈ ഒരു എറ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജാനുവരി മന്തിനുള്ളിൽ വെച്ച് നമുക്ക് ബാങ്ക് എക്സാംസ് കംപ്ലീറ്റ് തീരും. പിന്നെ വരുന്നത് നെക്സ്റ്റ് ജൂലൈ മാസം തൊട്ടാണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 1.5 ഇയർ അല്ലെങ്കിൽ ഒരു 1 മന്ത് പ്ലസ് എക്സ്ട്രാ വാലിഡിറ്റിയിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഇയറിൽ ക്രാക്ക് ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി വേറൊരു സന്തോഷ വാർത്ത കൂടെ പറയട്ടെ. ഇപ്പോൾ ഡിഗ്രിക്ക് ഓൺഗോയിങ് പോകുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ 2nd ഇയർ 3rd ഇയർ ഒക്കെ ഡിഗ്രി ഓൺഗോയിങ് പോകുന്ന കുട്ടികളുണ്ട്. നിങ്ങൾക്ക് ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ജോലിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രിയിൽ തന്നെ ഈ ഒരു എഡ്യു ഫെസ്റ്റിൻ്റെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ വാലിഡിറ്റിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതും ഒരു നല്ലൊരു ഓഫറാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോബിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർക്കുക. നമുക്ക് എഡ്യു ഫെസ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എൻക്വയറി നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് റൈറ്റ് ചെയ്തിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ എന്തായാലും കൂടെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു, ബൈ.